ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് 8ാം ക്ലാസ്സിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയിരുന്നു. അതിലെ ആദ്യത്തെ ക്ലാസ് കാണാത്ത കൂട്ടുകാർ ആ ക്ലാസ്സസ് കണ്ട ശേഷം ബാക്കി ക്ലാസ് ഫോളോ ചെയ്യുക. എന്നാലേ കൂട്ടുകാർക്കൊരു കണ്ടിന്യൂഷൻ കിട്ടത്തുള്ളൂ. ഓക്കെ, അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതുപോലെ മറ്റു കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം. ഓക്കെ അല്ലേ? അതുപോലെ ട്യൂഷന് പോകാൻ പറ്റാത്ത കുറച്ച് മക്കളുണ്ടാവും. അപ്പോൾ അവർക്കും കൂടെ ഉപകാരപ്പെടുന്ന രീതിയിലാണ് ഈ വീഡിയോസ് ചെയ്യുന്നുള്ളത്. അപ്പം മക്കളെ ട്യൂഷന് വിടാത്ത പാരൻസ് ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഇതിലെ ക്ലാസ്സസ് ഫോളോ ചെയ്യാൻ മക്കളോട് പറയുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലോട്ട് കിടക്കാം. നമ്മൾ ഇന്ന് നോക്കുന്നത് പേജ് നമ്പർ 11ലെ ക്യൂബിക് നമ്പേഴ്സ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. ക്യൂബ് എന്ന് പറഞ്ഞാൽ എന്താ? ക്യൂബ് ഈസ് എ 3 ഡയമെൻഷണൽ ഫിഗർ ആണ്. ക്യൂബ് എന്ന് പറഞ്ഞാൽ എന്താണ്? 3 ഡയമെൻഷനാണ്. എന്ന് പറഞ്ഞാൽ എന്താണ്? ക്യൂബിന് ലെങ്ത് ഉണ്ടാവും, ബ്രെഡ്ത്ത് ഉണ്ടാവും, ഹൈറ്റ് ഉണ്ടാവും. അപ്പോൾ ലെങ്തും ബ്രെഡ്ത്തും ഹൈറ്റും ഉള്ളതിനെയാണ് നമ്മൾ 3 ഡയമെൻഷൻ എന്ന് പറയുന്നത്. എന്നാൽ നമ്മുടെ സ്ക്വയറിനാണെങ്കിൽ എന്താണ്? ലെങ്തും ബ്രെഡ്ത്തും മാത്രമേ ഉള്ളൂ, അതിന് ഹൈറ്റ് ഇല്ല. അതുകൊണ്ട് സ്ക്വയർ എന്ന് പറയുന്നത് ഒരു 2 ഡയമെൻഷണൽ ഫിഗർ ആണ്. ഓക്കെ അല്ലേ? അപ്പോൾ ഇവിടെ എന്താണ് പറഞ്ഞിട്ടുള്ളത്? യു നോ ദ വേർഡ് ക്യൂബ് ഫ്രം ജോമെട്രി. എ ക്യൂബ് ഈസ് എ സോളിഡ് ഫിഗർ all of whose all sides meet at right angles and are equal. അതായത് ഈ ക്യൂബിന്റെ എല്ലാ സൈഡും മീറ്റ് ചെയ്യുന്നത് എന്ത് ടൈപ്പ് ആംഗിൾ ആയിരിക്കും? 90 ഡിഗ്രി വരുന്ന റൈറ്റ് ആംഗിൾ ആയിരിക്കും. എല്ലാ സൈഡും എല്ലാ ആംഗിളും അതുപോലെ എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ആംഗിൾ എന്ന് പറയുന്നത് 90 ഡിഗ്രി ആയിരിക്കും. ദെൻ ഹൗ മെനി ക്യൂബ്സ് ഓഫ് സൈഡ് 1 സെന്റിമീറ്റർ മേക്ക് എ ക്യൂബ് ഓഫ് സൈഡ് 2 സെന്റിമീറ്റർ. അപ്പോൾ ഇതുപോലെ ഇതിന്റെ ലെങ്തും ബ്രെഡ്ത്തും ഹൈറ്റ് എന്ന് പറയുന്നത് 1 സെന്റിമീറ്റർ ആണ് ഈ ക്യൂബിന്റെ. അപ്പോൾ ഇതുപോലുള്ള എത്ര ക്യൂബ് ചേർത്താൽ ഇതുപോലെ 2 സെന്റിമീറ്റർ ലെങ്തും ബ്രെഡ്ത്തും ഹൈറ്റും ഉള്ള ക്യൂബ് നിർമ്മിക്കാൻ കഴിയും എന്നാണ് നമ്മളെടുത്ത് ചോദിച്ച ക്വസ്റ്റ്യൻ. ഒന്നുകൂടെ ഞാൻ പറയാം. ഇവിടെ ഒരു ചെറിയ ക്യൂബ് ഉണ്ട്. അതിന്റെ ലെങ്തും ബ്രെഡ്ത്തും ഹൈറ്റും എന്ന് പറയുന്നത് 1 സെന്റിമീറ്റർ ആണ്. ഇതുപോലുള്ള എത്ര ക്യൂബ് ചേർന്നാൽ നമുക്ക് ഈ ലെങ്തും ബ്രെഡ്ത്തും ഹൈറ്റും 2 സെന്റിമീറ്റർ ആയ വലിയൊരു ക്യൂബ് നിർമ്മിക്കാൻ എത്ര ചെറിയ ക്യൂബ്സ് വേണമെന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്കിവിടെ നോക്കാം. ഇതെന്ന് പറയുന്നത് ഇതാണ് 1 2 3 4. അപ്പോൾ ഫ്രണ്ടിൽ തന്നെ എത്ര ക്യൂബ്സ് ആയി? ഇത് ഇത്രയും ഒരു ലെയർ ആണ് അല്ലേ? അപ്പോൾ ഇതിനകത്ത് എത്ര ക്യൂബ്സ് ഉണ്ട്? 4 ക്യൂബ്സ്. ദെൻ ഇതിന്റെ പുറകിൽ അതുപോലെ എത്ര എണ്ണം ഉണ്ടാവും? 1 2 3, പിന്നെ അതിന്റെ താഴെ ഒന്നും കൂടെ വരും 4. അപ്പോൾ ഇവിടുത്തെ 4ഉം ബാക്കിലുള്ള 4ഉം കൂടെ ചേർത്ത് എത്ര ക്യൂബ്സ് വേണം? 8 ക്യൂബ്സ് വേണം അല്ലേ? അപ്പോൾ ഇതുപോലുള്ള 1 സെന്റിമീറ്റർ ഉള്ള 8 ക്യൂബ്സ് ചേർന്നാലാണ് 2 സെന്റിമീറ്റർ ഉള്ള ഒരു വലിയ ക്യൂബ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ അല്ലേ? ദെൻ ഹൗ മെനി ക്യൂബ്സ് ഓഫ് സൈഡ് 1 സെന്റിമീറ്റർ വിൽ മേക്ക് എ ക്യൂബ് ഓഫ് സൈഡ് 3 സെന്റിമീറ്റർ. അത് അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഇതുപോലെ 1 സെന്റിമീറ്റർ ലെങ്തും ബ്രെഡ്ത്തും ഹൈറ്റുമുള്ള ഈ ചെറിയ ക്യൂബ് ഉപയോഗിച്ച് 3 സെന്റിമീറ്റർ ലെങ്തും ബ്രെഡ്ത്തും ഹൈറ്റും ഉള്ള ക്യൂബ് നിർമ്മിക്കാൻ എത്ര ചെറിയ ക്യൂബ്സ് വേണം എന്നാണ് ക്വസ്റ്റ്യൻ. ഇവിടെ ഒരു ക്യൂബ് കൊടുത്തിട്ടുണ്ട്. കണ്ടോ? ഇവിടെ എന്താണ്? ഇതിന്റെ ഓരോ ക്യൂബ്സിന്റെയും ലെങ്ത് എത്രയാണ്? ഇവിടെ 1 സെന്റിമീറ്റർ ആണ്. ദെൻ ഇത് 1 സെന്റിമീറ്റർ, ഇത് 1 സെന്റിമീറ്റർ. അപ്പോൾ ടോട്ടൽ ഇവിടെ എത്രയായി? 3 സെന്റിമീറ്റർ ആയി. അതുപോലെ തന്നെ ഇവിടെയും 1 2 3 സെന്റിമീറ്റർ ബ്രെഡ്ത്ത് ആയി. ദെൻ ഹൈറ്റ് എത്രയാ? 1 2 3. അപ്പോൾ ലെങ്തും ബ്രെഡ്ത്തും ഹൈറ്റും എന്താണ്? 3 സെന്റിമീറ്റർ ആണ്. അപ്പോൾ ഇവിടെ ഒരു ക്യൂബ് ഉണ്ട്. ഓക്കെ, ദെൻ 1 2 3. അപ്പോൾ മുകളിൽ 3 ക്യൂബ്സ് ഉണ്ട്. അതുപോലെ എത്ര ലെയർ ഉണ്ട്? 1 2 3. അപ്പോൾ ഫ്രണ്ടിൽ തന്നെ എത്ര ക്യൂബ്സ് വരും? 3 × 3 9 ക്യൂബ്സ് വരും. 9 ക്യൂബ്സ് ഫ്രണ്ടിൽ വരും. അപ്പോൾ ഇതുപോലെ എത്ര ലെയർ വരും? ഇതൊരു ലെയർ 1 2 3. അപ്പോൾ 9 ക്യൂബ്സ് ഉള്ള 3 ലെയർ വരുന്നുണ്ട്. അപ്പോൾ 9 × 3 ആണ് നമ്മുടെ ആൻസർ. 9 × 3 27. അപ്പോൾ 27 സ്മോൾ ക്യൂബ്സ് ചേരുമ്പോഴാണ് 3 സെന്റിമീറ്റർ ഉള്ള നമുക്ക് വലിയൊരു ക്യൂബ്സ് ആയിട്ട് കിട്ടുന്നത്. ഇതിനകത്ത് 1 സെന്റിമീറ്റർ ലെങ്ത് ഉള്ള 27 ക്യൂബ്സ് ചേരുമ്പോഴാണ് ഇത്രയും വലിയൊരു ക്യൂബ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ എന്താ ആൻസർ എഴുതാം? 27 ക്യൂബ്സ് എന്ന് എഴുതാം. ഓക്കെ, അടുത്ത് എന്താ പറഞ്ഞിട്ടുള്ളത്? കൺസിഡർ ദ നമ്പർ 1 8 27. ഇപ്പോൾ ഈ നമ്പേഴ്സ് കൺസിഡർ ചെയ്താൽ ദീസ് നമ്പേഴ്സ് ആർ കോൾഡ് പെർഫെക്റ്റ് ക്യൂബ്സ്. ഈ നമ്പേഴ്സിനെ പറയുന്ന പേരാണ് പെർഫെക്റ്റ് ക്യൂബ്സ്. അപ്പോൾ നമ്മൾ പെർഫെക്റ്റ് സ്ക്വയർ പഠിച്ചിട്ടുണ്ട്. അത് കൂട്ടുകാർക്ക് ഓർമ്മയുണ്ടെന്ന് കരുതുന്നു. ക്യാൻ യു സീ വൈ ദേ ആർ നെയിംഡ് സോ? അപ്പോൾ ഇതിന് എന്താണ് എങ്ങനെ പറയുന്നത്? നോക്കി, ഇവിടെ 1നെ 3 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യുക. 1നെ 3 പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ ആൻസർ എന്ത് വരും? നമുക്ക് 1 തന്നെ കിട്ടും. അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ദെൻ 2നെ 3 പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്യുക. 2 × 2 4, 4 × 2, അപ്പോൾ നമുക്ക് 8 കിട്ടും.
ഇനി 3യെ 3 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യുക. 3 × 3 9, 9 × 3 27 കിട്ടി. അപ്പോൾ ഒരു നമ്പറിനെ 3 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യുന്നതിനാണ് എന്ത് പറയുന്നത്? പെർഫെക്റ്റ് ക്യൂബ്സ് എന്ന് പറയുന്നത്. അപ്പോൾ പെർഫെക്റ്റ് സ്ക്വയർ എന്താണ്? കൂട്ടുകാർക്ക് ഓർമ്മയുണ്ടോ? പെർഫെക്റ്റ് സ്ക്വയർ എന്ന് പറയുന്നത് ഒരു നമ്പറിനെ നമ്മൾ എത്ര ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യണം? 2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ നമ്മൾ 2 × 2 2 ടൈംസ് ആണ് മൾട്ടിപ്ലൈ ചെയ്യുക. അതുപോലെ 3 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 3യെ 2 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യും. ഇവിടെ നമുക്ക് പഠിക്കാനുള്ളത് പെർഫെക്റ്റ് ക്യൂബ്സ് ആണ്. അപ്പോൾ ക്യൂബ്സ് എന്ന് പറഞ്ഞാൽ അവിടെ തന്നിട്ടുള്ള നമ്പറിനെ എന്ത് ചെയ്യണം? 3 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, ദെൻ ഈസ് 9 എ ക്യൂബ്? 9 എന്ന് പറയുന്ന ഒരു ക്യൂബാണോ? ഏതെങ്കിലും നമ്പർ 3 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണോ 9 കിട്ടുന്നത് എന്നാ ക്വസ്റ്റ്യൻ. ഇവിടെ നമുക്ക് 1 2 3 നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യുക. 1നെ മൾട്ടിപ്ലൈ ചെയ്തു, 2നെ മൾട്ടിപ്ലൈ ചെയ്തു, 3നെ 3 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്തു. ഇവിടെ എവിടെയെങ്കിലും 9 ഉണ്ടോ? ഇവിടെ 8 ആണ്, ദെൻ ഇവിടെ 27 ആണ്. ഈ 8 കഴിഞ്ഞാൽ അടുത്ത് വരുന്നത് 27 ആണ്. അപ്പോൾ ഇതിനിടയ്ക്ക് 9 വരുന്നില്ല. അപ്പോൾ എന്തല്ല? 9 എന്ന് പറയുന്നത് ഒരു ക്യൂബ് അല്ല. അതാ 2 × 2 × 2 എന്ന് പറയുന്ന 8, ദെൻ 3 ക്യൂബ് എന്ന് പറഞ്ഞാൽ 27. ഇതിനിടയിൽ ആര് വരില്ല? 9 വരില്ല. ഓക്കെ അല്ലേ? ദിസ് ഷോ ദാറ്റ് 9 ഈസ് നോട്ട് എ പെർഫെക്റ്റ് ക്യൂബ്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? 9 ഒരു പെർഫെക്റ്റ് ക്യൂബ് അല്ല. നോർ ഈസ് എനി നമ്പർ ഫ്രം 10 to 26. നമുക്കിവിടെ 8 കഴിഞ്ഞ് അടുത്ത് വരുന്നത് 27 ആണ്. അപ്പോൾ 9 മുതൽ 26 വരെയുള്ള നമ്പേഴ്സ് ഇവിടെ വരുന്നില്ല. 8 കഴിഞ്ഞ് അടുത്ത് ഡയറക്റ്റ് പോകുന്നത് 27ലാണ്. അപ്പോൾ 9 മുതൽ 26 വരുന്ന വരെ ഉള്ള നമ്പേഴ്സ് എന്തല്ല? പെർഫെക്റ്റ് ക്യൂബ്സ് അല്ല എന്ന് പറയാം. ഓക്കെ അല്ലേ? Then can you estimate the number of unit cubes in a cube with an edge length of 4 units? അടുത്ത 4 units വരുന്ന ഒരു ക്യൂബ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ദെൻ ഇവിടെ എത്ര ക്യൂബ്സ് ഉണ്ടെന്ന് നമുക്ക് നോക്കാം. ഇതിനകത്ത് എത്ര എണ്ണം ഉണ്ട്? ഫസ്റ്റ് ഫേസിനകത്ത് 1 2 3 4. ദെൻ താഴോട്ട് എത്ര ഉണ്ട്? 1 2 3 4. അപ്പോൾ ഇതിനകത്ത് ടോട്ടൽ എത്ര ക്യൂബ്സ് കാണും? നമുക്ക് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ? 4 × 4. ഇതിനകത്ത് 16 ക്യൂബ്സ് ഉണ്ട്. വേണമെങ്കിൽ കൂട്ടുകാർക്ക് എണ്ണി നോക്കാം. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 ക്യൂബ്സ് ഉണ്ട്. ഓക്കെ, ഇങ്ങനെ കൗണ്ട് ചെയ്യുന്നതിന് പകരമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇവിടുത്തെ 4 × 4 ചെയ്ത് 16 കിട്ടുന്നത്. അപ്പോൾ ഒരു റോക്കകത്ത് എത്ര എണ്ണം ഉണ്ട്? 16 ഉണ്ട്. ഒരു ലെയറിനകത്ത് 16 ക്യൂബ്സ് ഉണ്ട്. അങ്ങനെ എത്ര ലെയേഴ്സ് ഉണ്ട്? ഇവിടെ 1 2 3 4 ലെയേഴ്സ് ഉണ്ട്. ഓക്കെ അല്ലേ? അപ്പോൾ ഇവിടെ 16 വീതമുള്ള 4 ലെയേഴ്സ് ഉണ്ട്. അപ്പോൾ നമുക്കിത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ? അപ്പോൾ എന്ത് വരും? 6 × 4 24, 2 ബാലൻസ്, ദെൻ 4 + 2 6 വരും. അപ്പോൾ 64 ക്യൂബ്സ് ചേർന്നപ്പോഴാണ് 4 സെൻറ്റിമീറ്റർ. ഇവിടെ ഓരോന്നിൻ്റെ ഹൈറ്റ് എത്രയായിരിക്കും? ഇവിടുത്തെ ഹൈറ്റ് 4 സെൻറ്റിമീറ്റർ, ഇവിടുത്തെ ബ്രെഡ്ത്ത് എന്ന് പറയുന്ന 4 സെൻറ്റിമീറ്റർ ആയിരിക്കും, ഇവിടുത്തെ ലെങ്ത് എന്ന് പറയുന്നത് എന്തായിരിക്കും? 4 സെൻറ്റിമീറ്റർ ആയിരിക്കും. അപ്പോൾ 64 ക്യൂബ്സ് ചേർന്നാണ് ഇത്രയും വലിയ ഒരു ക്യൂബ് നമുക്ക് കിട്ടുന്നത്. അതായത് 1 സെൻറ്റിമീറ്റർ ഉള്ള 64 ക്യൂബ്സ് എടുത്തു വയ്ക്കുമ്പോഴാണ് നമുക്ക് 4 സെൻറ്റിമീറ്റർ ഉള്ള ഒരു വലിയ ക്യൂബ് കിട്ടുന്നത്. ഇവിടെ എഴുതിയിട്ടുണ്ട് 4 × 4 × 4 = 64. അപ്പോൾ നമ്മൾ ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് പകരം എന്ത് ചെയ്താൽ മതി? 4 ക്യൂബ് കണ്ടുപിടിച്ചാൽ മതിയാവും. ഇവിടെ നമ്മൾ കൗണ്ട് ചെയ്തു, ദെൻ വീണ്ടും എത്ര ലെയർ ഉണ്ടോയെന്ന് നോക്കി അതിനെ മൾട്ടിപ്ലൈ ചെയ്തു. അങ്ങനെ ചെയ്യുന്നതിന് പകരമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? 4 ക്യൂബ് കണ്ടുപിടിക്കുക. 4 ക്യൂബ് എന്ന് പറഞ്ഞാൽ എന്താണ്? 4നെ 3 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യുക. 4 × 4 × 4. ഇവിടെ മേളിൽ 3 ആണല്ലോ, അപ്പോൾ 3 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യുക. Then 4 × 4 16, 16 × 4 64 എന്ന് കിട്ടും. ഓക്കെ അല്ലേ? In general, for any number n, we write the cube n × n × n as n cube. അപ്പോൾ നമുക്ക് ജനറൽ ആയിട്ട് എന്ത് പറയാം? ഈ ഒരു നമ്പർ n ആയിട്ട് എടുത്താൽ n എന്ന് പറഞ്ഞാൽ നാച്ചുറൽ നമ്പർ. ഈ എന്നിൻ്റെ പ്ലേസിൽ ഏത് കൗണ്ടിങ് നമ്പർ വേണമെങ്കിലും വരാം. അപ്പോൾ n എന്ന് പറയുന്നത് ഒരു നാച്ചുറൽ നമ്പർ ആയിട്ട് എടുത്താൽ n ക്യൂബ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? n × n × n. എന്നിനെ 3 പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ് n ക്യൂബ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ദെൻ കംപ്ലീറ്റ് ദ ടേബിൾ ബിലോ. ഇവിടെ ഒരു ടേബിൾ കംപ്ലീറ്റ് ചെയ്യാനുണ്ട്, നമുക്കത് ചെയ്യാം. അപ്പോൾ ഇതുപോലെ സ്ക്വയറിൻ്റെ ഒരു ടേബിൾ നമ്മൾ മുമ്പത്തെ ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ട്. അത് കൂട്ടുകാർക്ക് ഓർമ്മയുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ ഇത് നമുക്ക് ഫില്ല് ചെയ്യാം. ഇവിടെ 1 ക്യൂബ് 1, 2 ക്യൂബ് 8, 3 ക്യൂബ് 27, 4 ക്യൂബ് 64, 5 ക്യൂബ് 125, 6 ക്യൂബ് 216, 7 ക്യൂബ് 343, 8 ക്യൂബ് 572, 9 ക്യൂബ് 729, 10 ക്യൂബ് 1000, 11 ക്യൂബ് 1331, 12 ക്യൂബ് 1728, then 13 ക്യൂബ്
2197, 14 cube 2744, 15 cube 3375, then 16 cube 4096, 17 cube 4913, 18 cube 5832, 19 cube 6859, 20 cube 8000. ഓക്കെ അല്ലേ? ദെൻ വാട്ട് പാറ്റേൺ ഡു യു നോട്ടീസ് ഇൻ ദ ടേബിൾ എബോ? ഇതിൽ നിന്ന് നമുക്ക് എന്തൊക്കെ പാറ്റേൺസ് മനസ്സിലാക്കാം? നമ്മൾ സ്ക്വയറിന്റെ ടേബിൾ ചെയ്തപ്പോൾ അതിൽ എൻഡ് ചെയ്യുന്ന നമ്പേഴ്സ് ഏതൊക്കെയാണെന്ന് പഠിച്ചു. പിന്നെന്താ പഠിച്ചിട്ടുള്ളത്? 2 ഡിജിറ്റ് വരുന്ന നമ്പേഴ്സ് ഏതൊക്കെയാ, 3 ഡിജിറ്റ് വരുന്ന നമ്പേഴ്സ് ഏതൊക്കെയാ. അപ്പോൾ ഇതിനകത്ത് നിന്ന് നമുക്ക് എന്തൊക്കെ പാറ്റേൺസ് മനസ്സിലാക്കാൻ പറ്റും എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, നമുക്കപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ദാ ഇവിടെ സെയിം നമ്പറിൽ അവസാനിക്കുന്ന നമ്പേഴ്സ് ഏതൊക്കെയുണ്ട്? സെയിം നമ്പറിൽ അവസാനിക്കുന്ന നമ്പർ ദാ ഇവിടെ 1ന്റെ ക്യൂബ് 1 തന്നെയാണ് അവസാനിക്കുന്നത്. ഇവിടെ 11, ഇവിടെ 1 ആണ്, എൻഡ് ചെയ്യുന്നതും 1 ആണ്. ദെൻ പറഞ്ഞാൽ 64, ഇവിടെയും ഫസ്റ്റും ഇവിടെയും 4 ക്യൂബ് 64, 4ലാണ് എൻഡ് ചെയ്യുന്നത് രണ്ടും. ഓക്കെ, ദെൻ 14ലും എൻഡ് ചെയ്യുന്നത് 4ലാണ്. ദെൻ 5 ക്യൂബ് എൻഡ് ചെയ്യുന്നത് 5ലാണ്. ഇവിടെ 15 ക്യൂബ് എൻഡ് ചെയ്യുന്നതും 5ലാണ്. ദെൻ 6ന്റെ ക്യൂബ് എൻഡ് ചെയ്യുന്നത് 6ലാണ്. 16ന്റെ ക്യൂബ് ആയാലും 6ലാണ്. അതായത് 16, 26, 36 ഏതെടുത്താലും അത് എൻഡ് ചെയ്യുന്നത് 6ലായിരിക്കും. ഓക്കെ അല്ലേ? ദെൻ 9ന്റെ ക്യൂബ് എൻഡ് ചെയ്യുന്നത് 9ലാണ്. ദെൻ 19 എൻഡ് ചെയ്യുന്നതും 9ലാണ്. ദെൻ 19, 29, 39 അത് ഏത് നമ്പേഴ്സിന്റെ ക്യൂബ് എടുത്താലും എൻഡ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? 9ലായിരിക്കും. ദെൻ അടുത്ത 2ന്റെ ക്യൂബ് എന്താണ്? 2ന്റെ ക്യൂബ് 8 ആണ്. 12ന്റെ ക്യൂബും എൻഡ് ചെയ്യുന്നത് 8ലാണ്. അപ്പോൾ 2ൽ എൻഡ് ചെയ്യുമ്പോൾ ആൻസർ എന്ത് ചെയ്യും? 8ലാണ് എൻഡ് ചെയ്യുന്നത്. 2 8ൽ എൻഡ് ചെയ്യും. ദെൻ 8 ആണെങ്കിലോ 8ന്റെ ക്യൂബ് എൻഡ് ചെയ്യുന്നത് 2ലാണ്. അപ്പോൾ എങ്ങനെയാണ്? 8 2ൽ എൻഡ് ചെയ്യും, 2 8ൽ എൻഡ് ചെയ്യും. ദെൻ 18ന്റെ ക്യൂബും 2ലാണ് എൻഡ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? ദെൻ 3 എൻഡ് ചെയ്യുന്ന ഏതിലാ? 3 7ലാണ് എൻഡ് ചെയ്യുന്നത്. അപ്പോൾ 13ഉം 7ലാണ് എൻഡ് ചെയ്യുന്നത്. അപ്പോൾ 13, 23, ദെൻ 43, 3ൽ എൻഡ് ചെയ്യുന്ന നമ്പേഴ്സിന്റെ ക്യൂബ് എടുത്തു കഴിഞ്ഞാൽ അതിന് കിട്ടുന്ന ആൻസർ 7ലായിരിക്കും എൻഡ് ചെയ്യുന്നത്. ഇനി 7 ഏതായിരിക്കും? 7 3ലാണ് എൻഡ് ചെയ്യുന്നത്. അപ്പോൾ 7 3ൽ എൻഡ് ചെയ്യും, 3 7ൽ എൻഡ് ചെയ്യും. ഇവിടെ 17ഉം 3ലാണ് എൻഡ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ കൂട്ടുകാർക്ക് മനസ്സിലായെന്ന് കരുതുന്നു. അപ്പോൾ നമുക്കിതൊന്ന് എഴുതാം. സെയിം നമ്പറിൽ എൻഡ് ചെയ്യുന്ന നമ്പേഴ്സ് ഏതൊക്കെയാണ്? സെയിം നമ്പേഴ്സിൽ എൻഡ് ചെയ്യുന്നത്, പിന്നെ 0 ഉണ്ട്. 0യും എൻഡ് ചെയ്യുന്നത് 0ലായിരിക്കും. ഓക്കെ, അപ്പോൾ സെയിം നമ്പേഴ്സിൽ എൻഡ് ചെയ്യുന്നത് 0, 1, 4, 5, 6, 9 ഇത്രയും നമ്പേഴ്സ് എന്താണ്? സെയിം നമ്പറിലാണ് എൻഡ് ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ എന്താണ്? 10ന്റെ ക്യൂബ് എടുക്കുകയാണെങ്കിൽ 0ലായിരിക്കും എൻഡ് ചെയ്യുന്നത്. ദെൻ 1, 11, 21 അങ്ങനെ ഉള്ള നമ്പേഴ്സിന്റെ ക്യൂബ് എടുക്കുമ്പോൾ കിട്ടുന്നതും 1ലായിരിക്കും എൻഡ് ചെയ്യുന്നത്. ദെൻ 14, 24, 34 എന്ന് പറയുന്ന നമ്പേഴ്സ് എൻഡ് ചെയ്യുന്നതും 4ലായിരിക്കും. 5, 25, 35, 65 അങ്ങനെയൊക്കെയുള്ള നമ്പേഴ്സ് എൻഡ് ചെയ്യുന്നതും 5ലായിരിക്കും. ദെൻ 6, 36, 46 അങ്ങനെ ഉള്ള നമ്പേഴ്സിന്റെ ക്യൂബ് എടുക്കുമ്പോൾ കിട്ടുന്ന ആൻസറും 6ലായിരിക്കും എൻഡ് ചെയ്യുന്നത്. ദെൻ 9, 29, 39, 49 എന്ന് പറയുന്ന നമ്പേഴ്സിന്റെ ക്യൂബ് എടുക്കുമ്പോൾ കിട്ടുന്ന ആൻസറും 9ലായിരിക്കും എൻഡ് ചെയ്യുന്നത്. ദെൻ അടുത്ത 2ന്റെ ക്യൂബ് എടുത്തു കഴിഞ്ഞാൽ നമുക്കത് എന്താണ് എൻഡ് ചെയ്യുന്നത്? 8ലായിരിക്കും എൻഡ് ചെയ്യുന്നത്. 8 എന്താവും? 8 എന്ന് പറഞ്ഞാൽ 8, 18, 28, 38 അങ്ങനെയുള്ള നമ്പേഴ്സിന്റെ ക്യൂബ് എടുക്കുമ്പോൾ കിട്ടുന്ന ആൻസർ 2ലായിരിക്കും എൻഡ് ചെയ്യുന്നത്. തിരിച്ച് 2ലുള്ള നമ്പേഴ്സിന്റെ ക്യൂബ് എടുക്കുമ്പോൾ 8 ആയിരിക്കും കിട്ടുന്നത്. അതുപോലെ തന്നെ 7ഉം 3യും 7 എന്തായിരിക്കും എൻഡ് ചെയ്യുന്നത്? 3ലായിരിക്കും എൻഡ് ചെയ്യുന്നത്. 3 7ലായിരിക്കും എൻഡ് ചെയ്യുന്നത്. അപ്പോൾ കൂട്ടുകാർക്ക് ഇത് മനസ്സിലായെന്ന് കരുതുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ റിപ്പീറ്റ് ആയിട്ട് വീഡിയോ കണ്ടാൽ മതി. ഓക്കെ അല്ലേ? അപ്പോൾ ഇതിൽ ഏതൊക്കെ നമ്പേഴ്സിലായിരിക്കും അപ്പോൾ നമ്മൾ എൻഡ് ചെയ്യുന്നത്? നമ്മൾ സ്ക്വയർ നമ്പേഴ്സ് പഠിച്ചപ്പോൾ സ്ക്വയർ നമ്പേഴ്സ് എപ്പോഴും 0, 1, 4, 5, 6, 9 ഇത്രയും നമ്പേഴ്സിൽ മാത്രമേ സ്ക്വയർ നമ്പേഴ്സ് എൻഡ് ചെയ്യത്തുള്ളൂ. 2, 3, 7, 8 ഒന്നും എന്ത് ചെയ്യില്ല, ഇതിനകത്ത് വരില്ല. അപ്പോൾ ക്യൂബ് എടുക്കുമ്പോൾ ഏതൊക്കെ നമ്പേഴ്സിലായിരിക്കും എൻഡ് ചെയ്യുന്നത്? ഇതാ ഇവിടെ എല്ലാ നമ്പേഴ്സും ഉണ്ടല്ലേ. 0, 1, 2, 2, 3, 4, 5, 6, 7, 8, 9 എല്ലാ നമ്പേഴ്സിലും ക്യൂബ് എന്ത് ചെയ്യും? എൻഡ് ചെയ്യും. അപ്പോൾ നമുക്ക് ഇത്രയും നമ്മൾ പാറ്റേൺസ് കണ്ടുപിടിച്ചതിൽ നിന്നും എന്ത് ചെയ്യുന്ന എന്തൊക്കെ ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാൻ പറ്റുമോ നോക്കാം. We know that 0, 1, 4, 5, 6, 9 are the only last digit possible for
സ്ക്വയേഴ്സ്. വാട്ട് ആർ ദ പോസിബിൾ ലാസ്റ്റ് ഡിജിറ്റ് ഓഫ് ക്യൂബ്സ്? അപ്പോൾ നമ്മൾ ക്യൂബ്സിന്റെ പോസിബിൾ ലാസ്റ്റ് ഡിജിറ്റ് ആയിട്ട് വരുന്ന നമ്പേഴ്സ് ഇവിടെ പഠിച്ചു. ഏതൊക്കെയാണ്? എല്ലാ നമ്പേഴ്സും ലാസ്റ്റ് ഡിജിറ്റ് ആയിട്ട് വരും. 0, 1, 2, 3, 4, 5, 6, 7, 8, 9 എല്ലാ നമ്പേഴ്സും ലാസ്റ്റ് ഡിജിറ്റ് ആയിട്ട് വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ അല്ലേ? Then similar to squares, can you find the number of cubes with 1 digit, 2 digit and 3 digit numbers? What do you observe? അതായത് 1 ഡിജിറ്റിൽ അവസാനിക്കുന്ന നമ്പേഴ്സ് ഏതൊക്കെ, 2 ഡിജിറ്റിൽ അവസാനിക്കുന്നത് ഏതൊക്കെ നോക്കാം. അപ്പോൾ 1 ഡിജിറ്റിൽ അവസാനിക്കുന്ന എത്ര നമ്പേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ ഏതൊക്കെ നമ്പേഴ്സ് ഉണ്ട്? 1 ഡിജിറ്റ്. ഓക്കെ, നോക്കാം. നമുക്ക് ടേബിളിൽ നോക്കാം. ഇവിടെ 1ഉം 2ഉം മാത്രമേ എന്തുള്ളൂ? 1 ഡിജിറ്റിൽ എൻഡ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? 1 ഡിജിറ്റ് വരുന്ന നമ്പേഴ്സ് 1 ക്യൂബ്, 2 ക്യൂബ്. ഓക്കെ അല്ലേ? ദെൻ 2 ഡിജിറ്റ് വരുന്ന നമ്പേഴ്സ് ഏതൊക്കെയാണ്? 2 ഡിജിറ്റ് വരുന്നത് ഇവിടെ 3, 4 മാത്രം. 3 ക്യൂബും 4 ക്യൂബും മാത്രമാണ് 2 ഡിജിറ്റിൽ എൻഡ് ചെയ്യുന്നത്. ദെൻ 3 ഡിജിറ്റ് ഉള്ള നമ്പേഴ്സ് ഏതൊക്കെയാണ്? 3 ഡിജിറ്റ് ഉള്ള നമ്പേഴ്സ് 5 ക്യൂബ്, 6 ക്യൂബ്, 7 ക്യൂബ്, 8 ക്യൂബ്, 9 ക്യൂബ്. ഇത് ഇത്രയ്ക്കും എന്താണ്? 3 ഡിജിറ്റ് മാത്രമേ ഉള്ളൂ. ആൻസറിൽ 3 ഡിജിറ്റേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് നമ്പേഴ്സ്. ഇവിടെ എഴുതാം നമുക്ക്. 5 ക്യൂബ്, 6 ക്യൂബ്, 7 ക്യൂബ്, 8 ക്യൂബ്. ഓക്കെ അല്ലേ? ദെൻ ആ ആൻസർ കൂട്ടുകാർ ഇങ്ങോട്ട് എടുത്ത് എഴുതുക. ഇവിടെ 1 ഡിജിറ്റ്, 2 ഡിജിറ്റ്, 3 ഡിജിറ്റ് നമ്മൾ മേളിൽ ആൻസർ എഴുതിയിട്ടുണ്ട്. അത് കൂട്ടുകാർ ഇങ്ങോട്ട് എടുത്ത് എഴുതുക. ദെൻ ക്യാൻ എ ക്യൂബ് എൻഡ് വിത്ത് എക്സാക്ട്ലി 2 സീറോസ് എക്സ്പ്ലെയിൻ? ഒരു ക്യൂബ് എക്സാക്റ്റ് ആയിട്ട് 2 സീറോയിൽ എൻഡ് ചെയ്യുമെന്നാണ്. അപ്പോൾ നമ്മൾ സ്ക്വയർ പഠിച്ചപ്പോൾ നമ്മൾ സീറോസിന്റെ കാര്യം പറഞ്ഞു. അതായത് സ്ക്വയറിന്റെ കാര്യമാണിത്. നമ്മളൊരു നമ്പറിന്റെ സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ ഒരു സീറോയിൽ എൻഡ് ചെയ്താൽ ആൻസറിന്റെ എന്ത് വരും? 2 സീറോസ് വരും. ദെൻ 2 സീറോ വരുന്ന നമ്പറിന്റെ സ്ക്വയർ എടുത്താൽ ആൻസറിൽ 4 സീറോ വരും. ഡബിൾ ആവും അല്ലേ? ഒരു സീറോയിൽ എൻഡ് ചെയ്യുന്ന നമ്പറിന്റെ സ്ക്വയർ എടുത്താൽ ആൻസറിൽ 2 സീറോ വരും. ദെൻ 2 സീറോയിൽ എൻഡ് ചെയ്യുന്ന നമ്പറിന്റെ സ്ക്വയർ എടുത്താൽ 4 സീറോ വരും. ഓക്കെ അല്ലേ? ദെൻ അതുപോലെ ക്യൂബിന്റെ കാര്യത്തിൽ 2 സീറോയിൽ എൻഡ് ചെയ്യുമോ എന്നാണ് ക്വസ്റ്റ്യൻ. നമുക്ക് നോക്കാം. നമുക്കിവിടെ സീറോയിൽ എൻഡ് ചെയ്യുന്ന നമ്പർ സ്റ്റാർട്ട് ചെയ്യുന്നത് 1000-ലാണ്. നമുക്ക് ആദ്യം ഒന്നും ഇവിടെ സീറോയിൽ എൻഡ് ചെയ്തിട്ടില്ല. ആകെ നമുക്ക് ഫസ്റ്റ് കിട്ടിയ നമ്പർ 1000-ലാണ്. 1000-ൽ എത്ര സീറോ ഉണ്ട്? 3 സീറോസ് ഉണ്ട്. അപ്പോൾ ക്യൂബ് ഒരിക്കലും എന്ത് ചെയ്യില്ല? 2 സീറോസിൽ എൻഡ് ചെയ്യില്ല. ഓക്കെ, ക്യാൻ എ ക്യൂബ് എൻഡ് വിത്ത് എക്സാക്ട്ലി 2 സീറോസ്? 2 സീറോയിൽ എൻഡ് ചെയ്യോ? ഇല്ല. നോ. എക്സ്പ്ലെയിൻ എന്താണ്? ദ പെർഫെക്റ്റ് ക്യൂബ് ഡസ് നോട്ട് end with 2 0. കൂട്ടുകാര് ഭംഗിയായിട്ട് എഴുതണം കേട്ടോ. ജസ്റ്റ് ആസ് വി ക്യാൻ ടേക്ക് സ്ക്വയേഴ്സ് ഓഫ് ഫ്രാക്ഷൻസ് ഓർ ഡെസിമൽസ്, അതായത് ഫ്രാക്ഷൻസിനും ഡെസിമൽസിനും ഇതുപോലെ ക്യൂബ് എടുക്കാൻ പറ്റുമെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നോക്കാം. ഇവിടെ 4/6 ദ ഹോൾ ക്യൂബ്, അതൊരു ഫ്രാക്ഷൻ ആണ് അല്ലേ? ഈ ഫ്രാക്ഷന്റെ ക്യൂബ് എടുക്കാൻ പറ്റുമല്ലോ. എങ്ങനെയാണ്? 4/6 ദ ഹോൾ ക്യൂബ് എന്ന് പറഞ്ഞാൽ 4/6നെ 3 ടൈംസ് എഴുതുക. അപ്പോൾ 4/6നെ ഇവിടെ 3 ടൈംസ് എഴുതിയിട്ടുണ്ട്. 1, 2, 3. ദെൻ ന്യൂമറേറ്റേഴ്സ് എല്ലാം മൾട്ടിപ്ലൈ ചെയ്യുക. 4 × 4 × 4 അപ്പോൾ 64 കിട്ടും. ദെൻ ഡിനോമിനേറ്റേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 216 കിട്ടും. അതുപോലെ തന്നെയാണ് ഡെസിമൽ നമ്പറിന്റെ ക്യൂബ് എടുക്കാനും പറ്റും. എങ്ങനെയാണ്? 13.08നെ ക്യൂബ് ആണല്ലോ, അപ്പോൾ 3 ടൈംസ് എഴുതുക. 1, 2, 3 എഴുതി മൾട്ടിപ്ലൈ ചെയ്യുക, നമ്മുടെ ആൻസർ കിട്ടും. ദെൻ നെഗറ്റീവ് നമ്പേഴ്സിന് ക്യൂബ് കിട്ടുമോ? അവിടെയും ക്യൂബ് എടുക്കാൻ പറ്റും. എങ്ങനെയാണ്? -6നെ 3 ടൈംസ് എഴുതി 1, 2, 3 ദെൻ മൾട്ടിപ്ലൈ ചെയ്യുക. ആദ്യം നമ്പേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 216 കിട്ടും. ദെൻ ഇവിടെ -× പ്ലസ് ആവും, വീണ്ടും +× മൈനസ് ആവും. അങ്ങനെയാണ് ഇവിടെ നെഗറ്റീവ് വന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ ബാക്കി ക്ലാസ്സസുമായി നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. അതുവരെ താങ്ക് യു.